നമസ്കാരം. സിസ്റ്റർ ലൂസി എന്നത് സഭയിലെ തെറ്റുതിരുത്തൽ ശക്തിയുടെ പേരാണ്. സഭയിലെ തിന്മകൾക്കും പുരുഷ കോയ്മയ്ക്കുമെതിരെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് സിസ്റ്റർ ലൂസി കളപ്പുര. പാപികൾക്കെതിരായ സിസ്റ്റർ ലൂസിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അണിയറ ആദ്യം. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ നിലപാടാണ് സഭയും സിസ്റ്റർ ലൂസിയും മുഖാമുഖം വരാൻ കാരണം. ഫ്രാങ്കോയ്ക്കെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളെ പിന്തുണച്ച സിസ്റ്റർ ലൂസിയെ സഭയിലെ അഭിവന്ദ്യരായ വൈദികർ ക്രൂശിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തതിനും പരസ്യമായി നിലപാട് വ്യക്തമാക്കിയതിനുമാണ് സിസ്റ്റർ ലൂസിയെ സഭയിലെ ഒരു കൂട്ടം വൈദികർ പാപിയാക്കിയത്. സെപ്റ്റംബർ 23, 2018 ഞാൻ സമരപ്പന്തലിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് തിരിച്ചെത്തിയ അന്നു മുതൽ സഭയിൽ നിന്നും എന്നെ പുറത്താക്കാനുള്ള ഒരു ഭയങ്കരമായ പരിശ്രമം ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് അതേ ക്ഷണത്തിൽ തന്നെ രാവിലെ കോൺവെൻറ്റിലേക്ക് ഞാൻ യാത്ര കഴിഞ്ഞെത്തിയ അപ്പോൾ തന്നെ വ്യത്യാസം കാണാൻ തുടങ്ങി. അതുവരെ ഞാൻ വണ്ടിയും കാറും എടുത്ത് CD ചെയ്ത് ഞാൻ മടത്തിൽ തന്നെയായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലായിരുന്നു, അവരെന്നോടും ഞാൻ അവരോടും. പക്ഷേ ആ ദിവസം മുതൽ വളരെ പ്രത്യക്ഷമായിട്ട് എന്നെ ഒറ്റപ്പെടുത്തൽ തുടങ്ങി. എന്നെ പുറത്താകാൻ വേണ്ടി പ്രാർത്ഥനാ കൂട്ടായ്മകൾ തുടങ്ങി. അങ്ങനെ ഇപ്പോഴുള്ള അവസ്ഥ വരെ എത്തിയിരിക്കുന്നത്. തികച്ചും എന്നെ ഒഴിവാക്കാനുള്ളൊരു പരിശ്രമമായിരുന്നു. മാസങ്ങൾ നീണ്ട ക്രൂശിക്കലുകൾക്കൊടുവിൽ സിസ്റ്റർ ലൂസി കളപ്പുരയെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസി സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നതായും അറിയിപ്പ് വന്നു. മെയ് 11 ചേർന്ന ജനറൽ കൗൺസിൽ യോഗത്തിലായിരുന്നു തീരുമാനം. കാനോൻ നിയമപ്രകാരം കന്യാസ്ത്രീ പാലിക്കേണ്ട ചട്ടങ്ങൾ സിസ്റ്റർ ലൂസി ലംഘിച്ചെന്നാണ് സഭയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. സമരത്തിൽ പങ്കെടുത്തതും മാധ്യമങ്ങളോട് സംസാരിച്ചതുമാണ് അക്ഷന്തവ്യമായ തെറ്റ്. അനുമതിയില്ലാതെ പുസ്തകം പ്രസിദ്ധീകരിച്ചതും കന്യാസ്ത്രീ വേഷമല്ലാത്ത ധരിച്ചതും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചു. എല്ലാ കാനോൺ നിയമങ്ങളും വള്ളിപുള്ളി വിടാതെ പാലിക്കുന്ന ഒരു കൂട്ടം വൈദികർ സിസ്റ്റർ ലൂസിക്കെതിരെ വോട്ട് ചെയ്ത് പുറത്താക്കൽ തീരുമാനമെടുത്തു. തൃപ്തികരമായ വിശദീകരണം സിസ്റ്റർ ലൂസി നൽകിയില്ല എന്നാണ് സഭയുടെ വാദം. സഭ ആഗ്രഹിച്ച വിശദീകരണം സിസ്റ്റർ ലൂസി നൽകിയില്ല എന്നു പറയുന്നതാകും കൂടുതൽ ശരി. സഭയിലെ പുരുഷാധിപത്യത്തോട് ഒറ്റയ്ക്ക് പൊരുതുകയാണ് സിസ്റ്റർ ലൂസി. സഭയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ വ്യക്തമാണ് ലോകത്തിൻ്റെ മുമ്പിൽ. ഒരു അധികാരത്തിലും ആരും ചെന്ന് ഞങ്ങളെ ഭരിക്കണമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായ അധികാരവും സമ്പത്തും യേശുക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും അഹങ്കാരവും മൂത്ത് നിൽക്കുന്ന ഒരു നേതൃത്വത്തെ, ആത്മീയ നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സഭ ചരിത്രപരമായി പഠിക്കുമ്പം തന്നെ വളരെയധികം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ നേരെ എല്ലാവരും കൂടി ആഞ്ഞു കൊത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ, തെറ്റുകൾ എത്ര ഉണ്ടായാലും കുഴപ്പമില്ല, മിണ്ടാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ ഈ ഒരു ചട്ടക്കൂടിൽ വളരെ മിടുക്കരായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ധ്വനിയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തെറ്റ് ചെയ്ത ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ശബ്ദിച്ചപ്പോഴാണ് സിസ്റ്റർ ലൂസിയെ ഒറ്റപ്പെടുത്തിയത്. മഠങ്ങളിലെ അടിച്ചമർത്തപ്പെടുന്ന അനേകം സിസ്റ്റർമാർക്കു വേണ്ടിയാണ് അവർ ശബ്ദമുയർത്തിയതും വാദിച്ചതുമെല്ലാം. എന്നാൽ ഒപ്പം നിൽക്കാൻ ഒരു കന്യാസ്ത്രീ പോലും ധൈര്യം കാണിച്ചതായി പരസ്യമായി അറിവില്ല. എത്രത്തോളം ഏകാധിപത്യ സ്വഭാവമാണ് സഭയുടേതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സിസ്റ്റർ ലൂസി സഭാ തർക്കങ്ങൾ. പിൻവാതിലിലൂടെ കയറുന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമാണെന്ന് ഏതൊക്കെയോ പള്ളികളുടെ മതിലുകളിൽ രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ട്. കന്യാസ്ത്രീ തിന്മ വ്യാപിക്കുന്നതല്ലേ? സന്യാസ സഭയിൽ നിന്ന് പുറത്താക്കിയുള്ള ഉത്തരവിറങ്ങിയിട്ടും സിസ്റ്റർ ലൂസി അപ്പീൽ നൽകിയിട്ടുണ്ട്. അതിൽ തീരുമാനം വരും വരെ കാത്തിരിക്കുകയാണ്. പള്ളിയിൽ പോകുന്നത് തടയാനായി സിസ്റ്റർ ലൂസിയെ പൂട്ടിയിടുക പോലും ചെയ്തു മഠത്തിലുള്ളവർ. മറ്റുള്ളവരുടെ പാപങ്ങൾ ചുമന്നാണ് ക്രിസ്തു കുരിശിലേറിയത്. സിസ്റ്റർ ലൂസി ക്രൂശിക്കപ്പെടുന്നത് സഭയുടെ പാപങ്ങൾക്കുമേലാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
സമ്പത്തും അഹങ്കാരവും അധികാരവും അതിനൊക്കെ എതിരെ യേശു വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അന്നത്തെ അധികാരവർഗത്തോട് പുരോഹിത വർഗത്തോട് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എന്തിനാണ് അവർ ഭയക്കുന്നത്? യഥാർത്ഥത്തിൽ ഒന്നുമില്ല, ഇത്രയും പറഞ്ഞാൽ മതി, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾ തെറ്റിലാണ് ജീവിക്കുന്നത്, ശരിയായിട്ടുള്ളവർ ഇനി ഉണർന്നെഴുന്നേക്കട്ടെ എന്ന് പറയും. 1000 ലൂസിമാരല്ല, എന്നെപ്പോലെ ചിന്തിക്കാൻ പറ്റുന്ന പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ നാനാജാതി മതസ്ഥരുടെ ഇടയിലും ക്രൈസ്തവ സഭ അംഗീകരിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. ഈ ക്രൈസ്തവ മൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തും. സിസ്റ്റർ ലൂസിയെയല്ല സഭയ്ക്ക് വേണ്ടത്, ഫ്രാങ്കോമാരെയാണ്. നന്മയല്ല വേണ്ടത്, തിന്മയുടെ വെളിച്ചമാണ്. കർത്താവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്ക് നന്നായി അറിയാം, ഇവരോട് ക്ഷമിക്കരുതേ. ഒരു കാട് കത്തിയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഭരണാധികാരികളാണ് ലോകത്തിപ്പോൾ കൂടുതൽ. ആമസോൺ മഴക്കാടുകൾ കത്തിയെരിയുമ്പോൾ കേൾക്കുന്ന പ്രതികരണങ്ങൾ ഈ രീതിയിലാണ്. അതിനിപ്പോൾ കേരളത്തിന് എന്താണെന്നല്ലേ കാര്യമുണ്ട്. കേരളത്തിന്റെ 140 മടങ്ങ് വിസ്തീർണമുണ്ട് ആമസോൺ മഴക്കാടുകൾക്ക്. എന്തിന്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കാൾ എത്ര ജൈവ വൈവിധ്യത്തിന്റെ കലവറ. 40,000 വരുന്ന സസ്യയിനങ്ങൾ, 2200ഓളം മത്സ്യയിനങ്ങൾ, 427 ഇനങ്ങളിലായി സസ്തനികൾ, 378 ഉരക വൈവിധ്യങ്ങൾ. ആമസോണിൽ മാത്രം കാണുന്ന 96,660 മുതൽ 1,28,843 വരെ വരുന്ന സസ്യ മൃഗ സസ്തനികളുണ്ട്. ഭൂമിയുടെ സമൃദ്ധമായ ഈ വനസമ്പത്താണ് ഇപ്പോൾ കാട്ടുതീയിൽ കത്തിയമർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ 74,155 തവണയാണ് ആമസോണിനെ അഗ്നി വിഴുങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 9,500 കാട്ടുതീയുണ്ടായെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 85% അധികം. എൽനിനോ പ്രതിഭാസം മേഖലയിൽ കടുത്ത വരൾച്ചയ്ക്ക് കാരണമായിരുന്നു. വരണ്ട കാലാവസ്ഥ കാട്ടുതീക്ക് കാരണമായെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ കാട്ടുതീക്ക് പിന്നിൽ മനുഷ്യ ഇടപെടലുണ്ടെന്നും വാദമുണ്ട്.
കാട്ടുതീയുടെ ഫലമായി ജനവാസ മേഖലകൾ പുകപടലം കൊണ്ടു മൂടി. ബ്രസീലിലെ സാവോപോളോ നഗരത്തിൽ നട്ടുച്ചയ്ക്ക് പോലും രാത്രിയുടെ പ്രതീതിയാണ്. നഗരത്തെ വലയം ചെയ്തിരിക്കുകയാണ് കറുത്ത പുക. പെയ്യുന്ന മഴയ്ക്കുപോലും കറുത്ത നിറം. നഗരം കാർബൺ മോണോക്സൈഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സാവോപോളോ നഗരത്തിൽ. ആമസോൺ കാടുകളുടെ 60% ബ്രസീലിലാണ്. വനവിഭവങ്ങൾ മനുഷ്യന് ചൂഷണം ചെയ്യാനുള്ളതാണ് എന്ന കാഴ്ചപ്പാട് പുലർത്തുന്ന പ്രസിഡന്റാണ് ബ്രസീൽ ഭരിക്കുന്നത്. പ്രസിഡന്റിന്റെ പിന്തുണയോടെ മരം വെട്ടു മാഫിയയും കന്നുകാലി കർഷകരും ആമസോൺ മഴക്കാടുകൾക്ക് തീയിട്ടുവെന്ന് വാദമുണ്ട്. എന്തായാലും ആമസോൺ മഴക്കാടുകളുടെ നാശം ലോകത്തിന്റെ ജീവിതചക്രത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ഇനി തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക്. ആമസോൺ കത്തിയാൽ കേരളത്തിനെന്താണെന്നല്ലേ? പണ്ട് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങൾ രൂപപ്പെടും മുൻപ് ഗ്വാണ്ടനാലാൻഡും ലൗറേഷ്യയുമായിരുന്നു ഭൂഖണ്ഡങ്ങൾ. ഇന്നത്തെ തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗവും ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമൊക്കെ പഴയ ഗ്വാണ്ടനാലാൻഡിൽ നിന്നുണ്ടായതാണ്. കോടിക്കണക്കിന് വർഷത്തെ പരിണാമ ചരിത്രമുള്ള കേരളത്തിലെ സൈലന്റ് വാലി മഴക്കാടിന്റെ വേരുകൾ അങ്ങനെ ആമസോൺ വരെ നീളുന്നതാണ്. ആമസോണിന്റെ നാശം അങ്ങനെ നമ്മുടെയും വേദനയായി മാറുന്നു. യാത്രയ്ക്കിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് പൊതുമൂത്രപ്പുരയിൽ കയറേണ്ടി വന്നാൽ മൂക്ക് പൊത്തുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ മൂത്രപ്പുരയിൽ തന്നെ ജീവിക്കേണ്ടി വന്നാലോ? അതും ഒന്നും രണ്ടുമല്ല, 19 കൊല്ലം. വർഷം 2000. സാക്ഷാൽ മുത്തുവേൽ കരുണാനിധി തമിഴ്നാട് ഭരിക്കുന്ന കാലം. അന്ന് മധുര രാംനാട് സ്വദേശിനിയായ കറുപ്പായിക്ക് 46 വയസ്സാണ്. മറ്റിടങ്ങൾ നഷ്ടമായതിനെ തുടർന്ന് കോർപ്പറേഷന്റെ മൂത്രപ്പുരയിൽ താമസം തുടങ്ങി. ഇപ്പോൾ 19 വർഷമായി. எதுவுமே எந்த ஆதாரமுமே இல்லைங்க. இதே பாத்ரூமில் தான் 20 வருஷமாக இருக்கேன். இருக்கும்போது எந்த ஆதாரமும் இல்லை. தாய் பிள்ளை சொந்தம் பந்தம் யாரும் இல்லை. எனக்கு புதியோர் பணத்துக்கு 5000 கொடுத்து எழுதி போட்டு 5 வருஷம் ஆச்சு. எனக்கு இது வரைக்கும் பணம் வந்து சேரலை. அங்கே கலெக்டர் ஹவுஸ் போச்சோன்னா கலெக்டர் ஹவுஸ் போனால் சிந்தாமணிக்கு போச்சோறாங்க. சிந்தாமணிக்கு போனால் பணம் வாங்க முடியலை என்னால். நான் விட்டுட்டு ബാത്റൂമുകളിൽ തന്നെ സാർ ഇരിക്കാൻ. ഇതിനിടയിൽ ഭരണം മാറി മാറി വന്നു. തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട അമ്മ ഭരണ നേതൃത്വത്തിലെത്തി. പെൻഷനുള്ള അപേക്ഷ നൽകി കറുപ്പായി കളക്ട്രേറ്റിന്റെ പടികൾ കയറിയിറങ്ങി. ഒരു നടപടിയുമുണ്ടായില്ല. അപ്പോഴും ആരോടും പരിഭവമില്ല കറുപ്പായിക്ക്. பெற்ற குழந்தை ஒரே ஒரு பொண்ணு தான். அந்த பொண்ணும் வர்றதில்லை, பார்க்கறதில்ல. ഒരു മകളുണ്ട്. എന്നാൽ ഇതുവരെ അന്വേഷിച്ചു വന്നിട്ടില്ല. കറുപ്പായി ദിവസവും മൂത്രപ്പുര വൃത്തിയാക്കും. മൂത്രപ്പുര ഉപയോഗിക്കുന്നവരിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കും. 19 വർഷമായുള്ള വരുമാനം ഈ തുച്ഛമായ തുക മാത്രം. இதில் பாத்ரூமில் 70 ரூபா 80 ரூபா வரும். 80 ரூபா வரைக்கும் வருமையா, அவ்வளவுதான். நீங்கள் அரசாங்கம் பார்த்து என்ன செய்யணுமோ செய்யுங்க.
കറുപ്പായി രണ്ടു തരം നീതികേടുകളുടെ ഇരയാണ്. പെൻഷൻ നൽകാത്ത തമിഴ്നാട്ടിലെ ഭരണ ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെയും തിരിഞ്ഞു നോക്കാത്ത സ്വന്തം വയറ്റിൽ പിറന്ന മകളുടെയും. ഇന്ത്യ കുതിക്കുകയാണോ കിതയ്ക്കുകയാണോ എന്നറിയാൻ ഒരു ശരാശരി ഇന്ത്യൻ പൗരന് വലിയ വഴികളൊന്നുമില്ല, പുറത്തുവരുന്ന വാർത്തകളെ ആശ്രയിക്കുകയല്ലാതെ. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതും കുത്തകകൾക്ക് നികുതിയിളവ് നൽകുന്നതും കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതും കുതിപ്പാണെങ്കിൽ സംശയമില്ല. നാം വളരുകയാണ്. GST लाओगे रेवेन्यू न्यूट्रल नहीं होगा विदाउट अ हाई रेट, बिकॉज पहले आपका हाई रेट था. There's been a huge diminution, of course, in the tax burden now as a consequence, which is good. But the fiscal point is you will lose money, and we have lost money. ബ്രസീലിനും ദക്ഷിണാഫ്രിക്കയ്ക്കും സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോവുകയാണെന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് റദിൽ റോയിയുടെ വാക്കുകളാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മാർച്ച് മാസത്തിലെ റിപ്പോർട്ടിൽ രാജ്യം ചെറിയ സാമ്പത്തിക മാന്ദ്യം നേരിടുന്നതായി ധനമന്ത്രാലയം സമ്മതിച്ചിരുന്നു. ഉപഭോഗവും കയറ്റുമതിയും കുറയുന്നതും സ്ഥിര നിക്ഷേപത്തിലുണ്ടായ കുറവും ഇതിന്റെ കാരണമായി ഉയർത്തിക്കാണിക്കപ്പെട്ടു. എന്നാൽ അത്ര ആശാവഹമല്ല കാര്യങ്ങളെന്നാണ് റദിൽ റോയ് വിശദീകരിച്ചത്. കയറ്റുമതിയുടെ അടിസ്ഥാനത്തിലല്ല, ജനങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയിലാണ് സാമ്പത്തിക വളർച്ച എന്നതിനാൽ ഇന്ത്യ ഒരു ഇടത്തരം വരുമാന രാജ്യമായി നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തെ ഒരു വിഭാഗത്തിന് എന്നും ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരും. ഇടത്തരം വരുമാന നില ഒരു കുരുക്കാണെന്നും പുറത്തു കടക്കാൻ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വേണ്ടത്ര ഉണർവുണ്ടായിട്ടില്ല എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും വ്യക്തമാക്കിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തരം വാദങ്ങളൊക്കെ തള്ളുകയാണ് ചെയ്തത്. പുതിയ മെത്തഡോളജി അനുസരിച്ചുള്ള GDP ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ തൊലിപ്പുറത്തെ ശോഭ മാത്രമാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ ഒട്ടും ആശാവഹമല്ല എന്നതിന്റെ സൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നു. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കായ 6.1 രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമാണ്. 1972-73 കാലത്തായിരുന്നു ഇതിനു മുൻപ് കുറഞ്ഞ തൊഴിൽ നിരക്ക് കാണിച്ചത്. നഗരങ്ങളിലാണ് ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കെന്നും ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാർ എന്താണ് ചെയ്തത്? ഇത്തരം വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ നിഷേധിച്ചു. ഒടുവിൽ യാഥാർത്ഥ്യം സമ്മതിക്കേണ്ടി വന്നു. കാർഷിക മേഖലയുടെയും മറ്റുൽപാദന മേഖലകളുടെയും തളർച്ച, നികുതി, നിക്ഷേപം, മൂലധന ചെലവ് എന്നിവയെല്ലാം തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുദ്രാ ലോണും മേക്ക് ഇൻ ഇന്ത്യയും വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതിരുന്നത് തൊഴിലില്ലായ്മയുടെ രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയായി. സർക്കാരിന്റെ ശ്രദ്ധ വൻകിട പ്രതിമാ നിർമ്മാണം പോലുള്ള പ്രത്യുൽപാദനപരമല്ലാത്ത നടപടികളിലേക്ക് നീണ്ടതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. പതിവ് പോലെ ആഗോളതലത്തിലെ മാന്ദ്യമാണ് രാജ്യത്തും പ്രകടമാകുന്നതെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. Just to briefly give you a picture of what's globally happening. The slide before you shows that the global situation is very clear, and the current projected global GDP growth is of about 3.2% and probably is going to be even revised downwards. Moreover, not just one, many organizations have come out repeatedly to say the global demand is going to be very weak. So that's one broad picture. The lines there show you very clearly what is the growth globally and where India stands in that. You can see the yellow line which stands for India is still very much high above. The United States and Germany have seen inversion of yield curves, which points to slowdown in growth of consumption in these countries also.
So it's not a story just of the emerging economies, but even global advanced economies are facing this. സാമ്പത്തിക പുനരുജ്ജീവനത്തിനായി അപ്പോഴും സർക്കാർ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. 70,000 കോടിയാണ് പ്രതിസന്ധി മറികടക്കാൻ ബാങ്കുകൾക്ക് നൽകുന്നത്. ഒട്ടേറെ നിർദ്ദേശങ്ങളും ധനമന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പലതും കോർപ്പറേറ്റുകൾക്ക് സഹായകമാണ്. സാമ്പത്തിക മേഖലയുടെ പുനരുജ്ജീവനത്തിനായി കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അവ ഇങ്ങനെയാണ്: കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്ത വീഴ്ച സിവിൽ കുറ്റമാക്കുക, സ്റ്റാർട്ടപ്പിന്റെ ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കുക, ഭവനവാഹന വായ്പാ നിരക്ക് കുറയ്ക്കുക, GST റിട്ടേൺ 1 മാസത്തിനുള്ളിൽ ലഭ്യമാക്കുക, ദീർഘഹ്രസ്വകാല മൂലധന നിക്ഷേപങ്ങളുടെ സർചാർജ് ഒഴിവാക്കുക, വാഹന മേഖലയ്ക്ക് ഉണർവേകാൻ സർക്കാരിന്റെ പഴയ വാഹനങ്ങൾ മാറ്റി പുതിയവ വാങ്ങുക. അപ്പോഴും ഇതൊന്നും സാധാരണക്കാരനെ വളരെ വേഗം ബാധിക്കുന്നതല്ല എന്നുകൂടി ഓർക്കുക. പലതും വായിച്ചറിയാവുന്ന വാർത്തകൾ മാത്രമാണ്. ഇപ്പോഴും ലക്ഷം കോടിയിലേറെ കിട്ടാക്കടം പിരിഞ്ഞു കിട്ടാനുണ്ട് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾക്ക് എന്നതും യാഥാർത്ഥ്യം തന്നെ. രാജ്യം വളർന്നാലും തളർന്നാലും സ്വന്തം പോക്കറ്റിൽ കാശില്ലാതെ വരുമ്പോഴാണ് സാധാരണക്കാരൻ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്. നോട്ട് നിരോധിച്ച് ജീവിതം താറുമാറാക്കിയവരെ തന്നെ ഭരണമേൽപ്പിച്ച നാടാണിത്. കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യുന്ന കാലത്തേക്കാണ് അണിയറ ക്യാമറ വയ്ക്കുന്നത്. നമസ്കാരം.